അങ്ങനെ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഇപ്പൊ ഞങ്ങളോട് പറയാ, നിങ്ങൾ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാലേ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടാണ് നമ്മുടെ ഹുഡ് ആൻഡ് ഹോപ്പിന്റെ ആ ഒരു സ്പേസ് വരുന്നത്. അപ്പൊ നമ്മൾ പൊതുവേ ഇവിടെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് മിനി വിൻഡോസ് കൊടുത്ത് കാണാറുണ്ട്. പകരം ഇതുപോലെ കുഞ്ഞു പറകോള പോലെ കൊടുത്തപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഹലോ, ഹൈസ് വ്ലോഗിന്റെ മറ്റൊരു മനോഹരമായ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ്. ഇമാനുവൽ ബിൽഡേഴ്സ് സുമിൻ പ്രഭ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ട് നിർമ്മിച്ച വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പങ്കുവെക്കുന്നത്. ഏകദേശം 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ട് ഇരുനിലയിലായിട്ട് വരുന്ന വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിനോട് മാച്ച് ആക്കിക്കൊണ്ട് തന്നെ ഇവിടെ കോമ്പൗണ്ട് വോളും അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഒരു ഗേറ്റും സൈഡ് ഗേറ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പുറമേന്ന് ഒരാൾ കണ്ടാലും നോക്കി പോകുന്ന കാര്യത്തിൽ അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ പോലെ തന്നെ അതിലുപരി മനോഹരമായിട്ടാണ് കേട്ടോ വീടിന്റെ ഇന്റീരിയറും വരുന്നത്. ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ ഒരുപോലെ അടിപൊളി വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ട് വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മെയിൻ ആയിട്ടുള്ള ഷോവോളും പില്ലേഴ്സും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ടെക്സ്റ്റ് ഡിസൈൻ വരുന്നുണ്ട്, അതും ഒരു വുഡൻ തീമില്. നമ്മുടെ മെയിൻ ഗേറ്റിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഫ്രണ്ട് എലിവേഷന് ഒന്നുകൂടെ ഭംഗിയാക്കുന്ന തരത്തിൽ ഇതുപോലെ പ്ലാസ്റ്ററിംഗ് ഡിസൈൻ കൂടി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 10 സെന്റ് സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യത്തിലേറെ മുറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. മുറ്റത്തായിട്ട് ഇതുപോലെ ഇന്റർലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 70 രൂപയാണ് കേട്ടോ ഈ ഒരു സ്റ്റോണിന് വരുന്നത്. ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതുപോലെ ഇവിടെ ഒക്കെ ആയിട്ട് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് കയറാനായിട്ട് ഇവിടെ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിലായിട്ടും സിറ്റ് ഔട്ടിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. 2 ഭാഗത്തായിട്ടും വലിയ 2 പില്ലേഴ്സ് ആണ് വരുന്നത്. ടെക്സ്റ്റർ ഡിസൈൻ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ തന്നെ ആ ഒരു ഡിസൈൻ കണ്ടില്ലേ, ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഈ സിറ്റ് ഔട്ടിന് ഉണ്ട് കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് നോക്കിയാൽ 2 ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ഡോറിലോട്ട് വരികയാണെങ്കിൽ വുഡിന്റെ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ വരുന്ന 2 വുഡിന്റെ തന്നെ ഹാൻഡിൽസ് ഒക്കെ കൊടുത്ത് സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഇപ്പൊ ഞങ്ങളോട് പറയാ, നിങ്ങൾ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാലേ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു ഓപ്പൺ കിച്ചണും ആണ് കേട്ടോ. ഈ ഒരു വീട് ഇത്രയധികം മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് ഇമാനുവൽ ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ ഇവർ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തുതരും. ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ ഇവരുടെ അടുത്ത് തന്നെ ഫർണിച്ചർ ഷോപ്പും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. വിശ്വസിച്ച ഒരാളെ കയ്യിൽ ഏൽപ്പിച്ച് നല്ല അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ഈ ഒരു സ്പേസിലാണ് നമ്മുടെ ലിവിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു പൗഡേർഡ് ബ്ലൂ ഷെയ്ഡിൽ ഇവർ കസ്റ്റമൈസ് ചെയ്യിച്ച സോഫയാണ് കേട്ടോ ഇത്. നമ്മുടെ ഇമാനുവൽ ബിൽഡേഴ്സിന്റെ ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണ് ഇതുവരെ ചെയ്യിച്ചിട്ടുള്ളത്. 45,000 രൂപയാണ് കേട്ടോ. നമ്മൾ പൊതുവേ കാണുന്ന ആ ഒരു സോഫയിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ഡിസൈനും അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ടാണ് കേട്ടോ ഇതുള്ളത്. അതേപോലെ തന്നെ ഇതിനോട് മാച്ച് ആക്കിക്കൊണ്ട് ഇവിടെ ആയിട്ട് ഒരു ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു സോഫയിൽ ഇരുന്ന് TV കാണാൻ പറ്റുന്ന തരത്തിൽ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് TV യൂണിറ്റിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നടുക്കായിട്ട് നോക്കിയാൽ ടെക്സ്റ്റർ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തൊക്കെ പ്ലൈവുഡ് ആണ് വരുന്നത്. ഇവിടെ മൊത്തത്തിൽ നമ്മുടെ വീടിന്റെ കബോർഡ്സ് അതേപോലെ തന്നെ വാർഡ്രോബും ഈ കാണുന്ന പാർട്ടീഷൻ ബോളൊക്കെ മൊത്തത്തിൽ സെഞ്ചുറിയൻ പ്ലൈവുഡ് ആണ് കേട്ടോ വരുന്നത്. അതിന്റെ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ 20 വർഷത്തെ വാറന്റി ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്ലോറിൽ മൊത്തത്തിൽ വിരിച്ചിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം 2000 രൂപ വരുന്ന ഗ്രാനൈറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഈ ഒരു ബ്ലാക്ക് കളർ ഇങ്ങോട്ട് കണ്ടില്ലേ, ഇത് സ്പ്രേ പെയിന്റിൽ ചെയ്തതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് കേട്ടോ. കൂടാതെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തതായിട്ട് കാണാം. ഇവിടെ നമ്മൾ കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് സീലിംഗിലായിട്ടും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് വരുമ്പോൾ സീലിംഗ് ഒക്കെ ഒത്തിരി ഭംഗിയായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. ജിപ്സം സീലിംഗ് ആണ് വരുന്നത്. ഒരു റൗണ്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പൊതുവേ കാണുന്ന ആ ഒരു ഡിസൈനിൽ നിന്നൊക്കെ ഇവിടെ എല്ലാത്തിനും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസൈനിലൊക്കെ ആയിട്ട് ഇതുപോലെ പ്ലൈവുഡിലും സ്പ്രേ പെയിന്റ് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഡിസൈൻസ് ചെയ്തിട്ടുള്ളത്. അതിനുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് കൂടെ വന്നപ്പോൾ അടിപൊളിയായില്ലേ. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ്
നമ്മുടെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്ത്രീകളുടെ മെയിൻ ആയിട്ടുള്ള കലവറയല്ലേ, എന്ത് ഭംഗിയായിട്ടാണ് അറിയോ അത് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കാണാട്ടോ. അതിന് മുന്നായിട്ടില്ലേ, നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോൾ നേരെ കാണുന്ന തരത്തിലും കൂടാതെ നമ്മുടെ ഡൈനിങ് ഏരിയനെ കുറച്ച് പ്രൈവസി കിട്ടുന്ന ആ തരത്തിൽ ഇവിടെ ഒരു പാർട്ടീഷൻ വോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലായിട്ടാണ് അൾത്താരയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഷോക്കേസിങ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് സ്റ്റാൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഇവിടെ ആയിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് ഒക്കെ വന്നപ്പോൾ അത് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒരു വുഡൻ വൈറ്റ് തീമിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ കുഞ്ഞു ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാലേ ഞാൻ പറയാറുണ്ട്, കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്ന തരത്തിൽ കൊടുത്തതുകൊണ്ട് മെയിൻ അട്രാക്ഷൻ ഇതായിരിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ സോഫ ആയാലും TV യൂണിറ്റ് ആയാലും ഈ കാണുന്ന സീലിംഗ് ലൈറ്റ്സ് ഒക്കെ ആയാലും നമ്മളെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എല്ലാം ഒരു ഹൈലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സ്റ്റെയർ ഏരിയ വരുന്നുണ്ട്. സ്റ്റെയറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഏരിയക്കുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടേബിൾ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസ് ആയതുകൊണ്ട് തന്നെ അതിനോട് മാച്ച് ആക്കിക്കൊണ്ട് നല്ല അടിപൊളി ആയിട്ട് തന്നെ ഇവിടെ ഒരു വോൾ ഫ്രെയിം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫ്രെയിം തന്നെയാണ്. അതൊരു പ്രത്യേക ഭംഗിയുണ്ട്. കൂടാതെ ഈ ഒരു കോർണറിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു വാഷ് ഏരിയ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് വോൾ ആയിട്ട് നോക്കിക്കേ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മുടെ ടെക്സ്ചർ ഡിസൈൻ വരുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഗോൾഡൻ ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ നടുക്കായിട്ട് നോക്കിയാൽ ഇതുപോലെ ലൂവർ കൊടുത്തതായിട്ട് കാണാം. കൂടാതെ ഒരു പ്രത്യേക ഷേപ്പിലാണ് നമ്മുടെ ഒരു മിറർ വന്നിട്ടുള്ളത്. LED ലൈറ്റിംഗ് മിറർ ആണ്. നമ്മുടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ സെയിം നമ്മൾ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ഗ്രാനൈറ്റിനാണ്. അവിടെ ആയിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് കൊടുത്തിട്ട് അവിടാണ് നമ്മുടെ ഈ ഒരു വാഷ് ബേസിൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറില്ലേ. ഇതിന് താഴെയായിട്ടും ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സെയിം രീതിക്ക് തന്നെ നമ്മുടെ സ്റ്റെയറിന്റെ താഴെയായിട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് ഇൻവെർട്ടർ യൂണിറ്റും അതേപോലെ തന്നെ സ്റ്റോറേജ് തക്കാൻ പറ്റുന്ന തരത്തിൽ അത്യാവശ്യം വലിയ യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വിൻഡോയിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ ഈ വീട്ടിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം 30,000 രൂപയാണ്. അപ്പൊ നമുക്കിനി നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ നോക്കല്ലേ. നമ്മുടെ കിച്ചന്റെയും ലിവിംഗ് ഏരിയന്റെ ഒക്കെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഇവിടെ 2 വശത്തായിട്ടാണ് നമ്മുടെ 2 ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 4 ബെഡ്റൂം ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഷോവോളിലായിട്ട് നോക്കിയാലും നല്ല ഭംഗിയായിട്ട് പെയിന്റിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഓവറായിട്ട് അങ്ങനെ പെയിന്റിംഗ് ഒന്നും ചെയ്യാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്ത് ഒരു വോൾ ലൈറ്റ് ഒക്കെ കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പൊ നമ്മളിതേ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഫ്ലോർ നോക്കുകയാണെങ്കിലും ഈ ഒരു കളർ ആണെങ്കിലും വാർഡ്രോബ് ആണെങ്കിലും ഒക്കെ മൊത്തത്തിൽ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലോറിലായിട്ട് നോക്കിയാൽ ഗ്ലോസി ആയിട്ടുള്ള നല്ല അടിപൊളി ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ കോട്ടും കാര്യമൊന്നും വരുന്നില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വർക്കിംഗ് ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ലൊരു ടേബിളും ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ വിൻഡോനോട് ചേർന്ന് ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു കുഷ്യനൊക്കെ ഈ ഒരു കളർ തീമിനോട് മാച്ച് ആക്കി ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെയും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു ഷോവോളിലായിട്ട് അടിപൊളി പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു വാർഡ്രോബിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യത്തിലേറെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് മിറർ യൂണിറ്റിനുള്ള ഒരു സെറ്റിംഗ്സ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതിന് മുന്നായിട്ടില്ലേ നമ്മുടെ ഈ ഒരു സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് സിമെന്റിൽ ചെയ്തെടുത്തതാണ് കേട്ടോ, എന്നിട്ട് പെയിന്റിങ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം ഒന്ന് നോക്കാം. കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ വാഷേരിയുടെ യൂണിറ്റും സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ടൈല് വിരിച്ചിട്ട് നല്ല സൗകര്യത്തിൽ ചെയ്തൊരു ബാത്റൂം ആണ് കേട്ടോ. അപ്പൊ നമ്മളിതാ ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ബെഡ്റൂമിൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിന്റെ പ്രത്യേകത അല്ലേ, ഇവിടുത്തെ ഡിസൈനിന്റെ സെലക്ഷൻ ആയാലും ഈ ഒരു കളർ കോമ്പിനേഷന്റെ സെലക്ഷൻ ആയാലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട ഒരു ഏകദേശം സെയിം ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബേ വിൻഡോ വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് മുകളിലാണ് കേട്ടോ ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. അതിനോടൊക്കെ മാച്ച് ആക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു സീബ്ര ലൈൻസിന്റെ കളർ തീമും വന്നിട്ട് ഇവിടെ നടുക്കായിട്ട് നമ്മുടെ കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ ഷെയ്ഡിലെ ഒന്നും കൂടി നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേറൊരു സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ഫ്ലോറിൽ
ഫ്ലോറിൽ കൊടുത്തതും ആ ഒരു ബ്ലൂ കളർ തന്നെയാണ്. അപ്പൊ മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടാ. ഇവിടെ മൊത്തത്തിലായിട്ട് നമ്മൾ നേരത്തെ റൂമിൽ കണ്ട പോലെ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഒരു ജിപ്സം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരുപാട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മനോഹരമായിട്ട് തന്നെ നിങ്ങളുടെ വീടും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇമ്മാനുവൽ ബിൽഡേഴ്സിനെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കാം. ബാത്റൂമിന്റെ ലുക്കും ഫെസിലിറ്റീസും ഒക്കെ എടുത്തു പറയണം കേട്ടോ. ആ ഒരു കൊടുത്ത ടൈലിന്റെ ആ ഒരു കളർ കോമ്പിനേഷനും ഭംഗിയൊക്കെ നോക്കിക്കേ. കൂടാതെ വാഷേരിന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മോഡേൺ കിച്ചൺ കൺസെപ്റ്റിനാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഈ ഹോളിലേക്ക് കയറി വരുമ്പോ തന്നെ കാണുന്ന തരത്തിൽ ഷോ കിച്ചൺ കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആക്കിയിട്ട് മാക്സിമം എത്രത്തോളം ഭംഗിയാക്കാവോ അത്രയും ഭംഗിയാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ നോട്ടം പോകുന്ന ഒരു സെന്റർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തതായിട്ട് കാണാം. അതിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ നമുക്ക് ഷോക്കേസിങ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ സ്പേസ് കൊടുത്തിട്ട് അതിലായിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ട്രോളി യൂണിറ്റ് വരുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു ഗ്ലേസിംഗ് കണ്ടോ, ഈ ഒരു മെറ്റീരിയൽ ഒക്കെ എത്രത്തോളം ക്വാളിറ്റി ആണ് അല്ലേ ഉള്ളത്. ഇനിയിപ്പോ നമ്മൾ ഇത് ഇങ്ങോട്ട് വന്നാൽ ഇവിടാണ് നമ്മുടെ ഈ ഒരു ട്രോളി യൂണിറ്റ് വരുന്നത്. അത്യാവശ്യത്തിലേറെ സ്റ്റോറേജ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ട്രോളി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു കിച്ചണിലോട്ട് വരികയാണെങ്കിൽ ഒരു കുഞ്ഞു ഷോ കിച്ചൺ ആണ് കേട്ടോ. പക്ഷെ സ്റ്റോറേജിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഒരു റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വാഷ് ബേസിന്റെ ആ ഭാഗത്ത് സ്റ്റോറേജ് സെയിം നമ്മുടെ കിച്ചണിലെ സ്റ്റോറേജിന്റെ ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇവിടെ താഴെയും മുകളിലും ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടും അല്ലാതെ ഓപ്പൺ ആയിട്ടും അല്ലാതെ ഒക്കെ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറി ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിക്ക് ഇതുപോലെ ട്രേ യൂണിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു കിച്ചണിന് ഒരുപാട് ഷോ കൊടുക്കുന്ന രീതിക്ക് തന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു ക്യാബിൻസിന്റെ താഴെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു ഗോൾഡൻ ലൈൻസ് വരുന്നതുകൊണ്ട് തന്നെ ഒരു ലക്ഷറി ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ പൊതുവേ നമ്മുടെ ഈ ഒരു ഹുഡ് ആൻഡ് ഹോബിന്റെ ഒക്കെ ഭാഗത്ത് വിൻഡോസ് കാണാറുണ്ട്. പകരം ഇതുപോലെ കുഞ്ഞു പറകോള കൊടുത്തതും ഒരു ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സിങ്കിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യത്തിലേറെ ഫെസിലിറ്റീസ് വരുന്ന ഒരു സിങ്കാണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് നമുക്ക് പാത്ര സ്റ്റാൻഡ് ഇതുപോലെ ലിഫ്റ്റ് ഓവർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ക്രോക്കറി യൂണിറ്റും ഈ ഒരു ഭാഗത്തായിട്ട് കാണാട്ടോ. പിന്നെ ഈ ഒരു ഷോ കിച്ചൺ കൂടാതെ പുറത്തോട്ട് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം. അതിനായിട്ട് നമ്മുടെ സ്റ്റെയറിലോട്ട് വരുമ്പോൾ ഇവിടെ ഹാൻഡ് റെയിൽ വന്നിട്ട് മഹാഗണി വുഡിലും ടഫൻ ഗ്ലാസ്സിലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലോറിൽ കണ്ട ആ ഒരു സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ വോളില് ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതും നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്ന പ്രിന്റഡ് ഗ്ലാസ് ആണ്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. അതേപോലത്തെ ഇവിടുത്തെ സീലിംഗിലോട്ട് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന തരത്തിൽ കോൺക്രീറ്റിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതിന് നടുക്കായിട്ട് അത്യാവശ്യം വലിയ കാണാൻ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ കൊടുത്തപ്പോ ഈ ഒരു ഭാഗം കാണാൻ പ്രത്യേക ഭംഗിയുണ്ട്. നമ്മൾ അങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ അത്യാവശ്യം ഒരു വലിയ ഹോള് വരുന്നുണ്ട്. നമ്മുടെ റൂമിലൊക്കെ കണ്ടിരുന്ന ആ ഒരു സെയിം ടൈലാണ് ഇവിടെ ഫ്ലോറിലായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ശേഷം നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ 2 വശത്തായിട്ടാണ് 2 ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ വോളിലായിട്ട് നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റർ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ഒരു ഡിസൈൻ ആണ് വരുന്നതെങ്കിലും കളർ തീമിൽ മാറ്റം കേട്ടോ. ഇവിടെ ഒരു നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ബേജ് കളറിലാണ് നമ്മുടെ ഈ ഒരു ഷോ വോള് ചെയ്തിട്ടുള്ളത്. താഴെ കണ്ട ആ 2 കളർ പോലെയും ഇതും നല്ല ഭംഗിയുണ്ട് അല്ലെ. ഈ ഒരു കളർ തീമിന്റെ കൂടെ ഈ ഒരു ഗോൾഡൻ ഹാൻഡിൽസ് കൂടി വന്നപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ വിൻഡോയിലായിട്ടും ഇതുപോലെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു കുഞ്ഞു ഹാൻഡിൽസ് ഒക്കെ ആ ഒരു ഗോൾഡൻ തീമിൽ വരുന്നുണ്ട് കേട്ടോ. ശേഷം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടാണ് നമ്മുടെ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അയൺ പർപ്പസിനും അതുപോലെ സ്റ്റഡി ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിക്ക് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൽ ഡോർ തുറക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെ വാഷിംഗിന്റെ യൂണിറ്റ് വരുന്നുണ്ട്. കൂടാതെ നല്ല സൗകര്യം കൊടുത്ത് ചെയ്ത ബാത്റൂമാണ്. ഒരു വൈറ്റ് ആൻഡ് പർപ്പിൾ കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ടും ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഈ ഒരു ഷോളിലായിട്ട് നോക്കുകയാണെങ്കിലും ആ ഒരു സെയിം രീതിക്ക് ആ ഒരു വൈറ്റ് ആൻഡ് പർപ്പിൾ ഷെയ്ഡിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ആയിട്ട് അതിനോട് മാച്ച് ആക്കിക്കൊണ്ട് തന്നെ ബേ വിൻഡോ കൺസെപ്റ്റും താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇവിടെ ഈ ഒരു വാർഡ്രോബ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. 4 ബാത്റൂമിലായിട്ടും ടൈല് ഡിഫറെന്റ് ആണെങ്കിലും വിരിച്ചിട്ടുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടാണ് ബാത്റൂം ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവസാനമായിട്ട് നമ്മൾ നമ്മുടെ ബാൽക്കണിയാണ് നോക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ചെയ്തൊരു ബാൽക്കണിയാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മുടെ ബാൽക്കണിയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഷോ വോളിലായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ടെക്സ്ചർ ഡിസൈൻ ആണ്. കറക്റ്റ് നമ്മുടെ ആ ഒരു ഫ്ലാറ്റ് ടൈൽ പോലെ തന്നെ ആട്ടോ തോന്നുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ എൻഡിലായിട്ട് ഇതുപോലെ വുഡ് ആൻഡ് ടഫിൻ ഗ്ലാസ്സിലാണ് കേട്ടോ റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വീടിന്റെ മൊത്തത്തിലുള്ള എല്ലാ വർക്കും നിങ്ങൾ കണ്ടില്ലേ? ഏകദേശം 2300 സ്ക്വയർ ഫീറ്റിൽ ഈ മൊത്തത്തിലുള്ള വർക്കും ഇന്റീരിയറും എല്ലാം ഉൾപ്പെടെ ഈ വീട് മൊത്തത്തിൽ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം 55 ലക്ഷം രൂപയാണ് കേട്ടോ. ഫുൾ ആയിട്ട് ഈ വീടിന്റെ മൊത്തത്തിലുള്ള വർക്ക് ചെയ്തതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇമാനുവൽ ബിൽഡേഴ്സ് ആണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊല്ലം, തിരുവനന്തപുരം ഈ ഭാഗത്തുള്ളവരൊക്കെ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോക്കി കൂടെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണാം. ബൈ.